ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. വെനസ്വേലൻ തലസ്ഥാനമായ കാരക്കാസിൽ വൻ സ്ഫോടനം, ആക്രമണം നടത്തിയെന്ന US ആർമി ഹെലികോപ്റ്ററുകളെന്നാണ് റിപ്പോർട്ട്. ആക്രമണ വിവരം കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ സ്ഥിരീകരിക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. Si es una bomba, la bomba cae en donde sea. Mamá huevo, qué locura. Moscaí, mira esa mierda, explotaron allá toda esa mierda, porque aquí me está explotando. ആസിഫ് മുഹമ്മദ് ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ആസിഫ്, ഒരു ഇടവേളയ്ക്ക് ശേഷം ലാറ്റിൻ അമേരിക്ക വീണ്ടും ഒരു യുദ്ധഭീതിയിലേക്ക് പോവുകയാണോ? വെനസ്വേലയിലേക്ക് നേരിട്ട് അമേരിക്ക ആക്രമണം നടത്തുന്നത് അത് രൂക്ഷമായ സാഹചര്യത്തിലേക്ക് പോകുമെന്ന് തോന്നുന്നു. രുചീഷ, നമുക്ക് അത്തരത്തിൽ തന്നെ ഇതിനെ വിലയിരുത്തേണ്ടി വരും. കാരണം വെനസ്വേലയിൽ നിക്കോളാസ് മദുറോയുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കാലങ്ങളായിട്ട് ഉള്ളതാണ്. അത് ട്രംപ് രണ്ടാമത് അധികാരമേറ്റതിന് ശേഷം പസഫിക്കിൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ട ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വെനസ്വേലയെ ആക്രമിക്കാനുള്ള ശ്രമം തുറന്നുകൊണ്ടേയിരുന്നത്. പല ഘട്ടങ്ങളിൽ കപ്പലുകൾ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്, ബോട്ടുകൾ ആക്രമിക്കുന്നത് കണ്ടതാണ്. അടുത്ത ദിവസങ്ങളിലടക്കം മദുറോ വെനസ്വേലയിൽ നിന്ന് പുറത്താക്കാൻ ആവശ്യമായുള്ള സൈനിക നടപടികളടക്കം ആലോചിക്കുമെന്ന തരത്തിലേക്കടക്കം പ്രതികരണങ്ങൾ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വെനസ്വേല നഗരമായ തലസ്ഥാന നഗരത്തിൽ തന്നെ ഇപ്പോൾ സ്ഫോടനം നടന്നിട്ടുള്ളത്. അമേരിക്കയുടെ ഹെലികോപ്റ്ററുകളാണ് സ്ഫോടനം നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരീകരണത്തിലേക്ക് കടന്നിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ വെനസ്വേല ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇപ്പോൾ നടത്തിയിട്ടില്ല എങ്കിൽ പോലും കൊളംബിയ അടക്കമുള്ള രാജ്യങ്ങൾ സ്ഫോടനം സ്ഥിരീകരിച്ച രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ AF യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ അടക്കമുള്ളവ ആണ് ഇപ്പോൾ ഈ ആക്രമണം നടത്തിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും മേഖലയിൽ ഒരു യുദ്ധ ഭീഷണി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിലനിൽക്കുന്നത് നമുക്കറിയാൻ കഴിയും. അത് ഒരു കരയുദ്ധത്തിലേക്ക് ഒരു നാവിക യുദ്ധത്തിലേക്ക് അടക്കം നീങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിവിധ കപ്പലുകൾ അമേരിക്ക ഈ തീരപ്രദേശത്തേക്ക് എത്തിച്ചിരുന്നു. വെനസ്വേലയും ശക്തമായ തിരിച്ചടി നൽകുമെന്നും രാജ്യത്തെ ഒരു കാരണവശാലും അടിയറവ് വെക്കില്ല എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് സജ്ജീകരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഏത് സാഹചര്യങ്ങളെ നേരിടാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതിനിടയിലാണ് ഇത്ര രൂക്ഷമായ ഒരു ആക്രമണം ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അസോസിയേറ്റ് പ്രസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 7 ഇടങ്ങളിൽ ഇപ്പോൾ സ്ഫോടനം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരക്കാസിന് മുകളിൽ നിരവധി തവണ അമേരിക്കയുടെ സൈനിക ഹെലികോപ്റ്ററുകൾ പറന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും 7 ഇടങ്ങളിൽ ഇപ്പോൾ സ്ഫോടനം നടന്നതായി സ്ഥിരീകരിച്ചിരിക്കുന്നു. റോയിറ്റേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് സംബന്ധിച്ചുള്ള ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പങ്കുവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുള്ളതാണ്. അവിടെ ഇലക്ഷനിലടക്കം ഇടപെട്ടുകൊണ്ട് ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നിട്ടുള്ളതാണ്. എന്തായാലും വെനസ്വേലയെ ആക്രമിക്കാനുള്ള നടപടികൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും മദുറോയെ പുറത്താക്കാൻ ആവശ്യമായുള്ള ശക്തമായ ഇടപെടലുകൾ നടത്തുമെന്നും ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിനിടയിലാണ് ഇപ്പോൾ എന്തായാലും കാരക്കാസിന് മുകളിൽ ഇത്തരത്തിൽ സൈനിക ഹെലികോപ്റ്ററുകൾ വട്ടമിട്ട് പറക്കുകയും 6 ഇടങ്ങളിൽ ഇപ്പോൾ സ്ഫോടനങ്ങൾ നടന്നതായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ഇടങ്ങളിൽ നിന്ന് ഈ സ്ഫോടനത്തിന് ശേഷം പുകയുയരുന്നതായി അടക്കമുള്ള ദൃശ്യങ്ങളടക്കം റോയിറ്റേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, പ്രധാനപ്പെട്ട സൈനിക താവളത്തിന് സമീപത്താണ് ഈ ഒരു സ്ഫോടനം നടന്നിട്ടുള്ളത്. ലാകാർട്ട സൈനിക ബേസിന് സമീപത്താണ് ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനം നടന്നിട്ടുള്ളത്. വെനസ്വേലയുടെ തെക്കൻ മേഖലയിൽപ്പെട്ട പ്രദേശമാണ് ഈ ഒരു മേഖല. എന്തായാലും ആ ഒരു സൈനിക താവളം അടക്കം തുടരുക. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. കാരണം അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറെന്ന് നിക്കോളാസ് മദുറോ പറഞ്ഞതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ആ ആക്രമണ ദൃശ്യങ്ങളിലേക്ക്. Si es una bomba, la bomba cae en donde sea. Mamá huevo, qué locura. Moscaí, mira esa mierda, explotaron allá toda esa mierda, porque aquí me está explotando.
ആസിഫ് തുടരുകയാണ്. ആസിഫ്, നമ്മൾ അമേരിക്കൻ വിരുദ്ധ ചേരിയിലുള്ള സർക്കാരുകളെ ഇത്തരത്തിൽ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ കണ്ടു. അത് ഇറാഖിൽ രാസായുധം എന്നതാണ് ഒരു ഗൂഢാലോചന സിദ്ധാന്തമെങ്കിൽ വെനസ്വേലയിൽ അത് മയക്കുമരുന്ന് എന്നതാണ് അമേരിക്കയുടെ വാദം. എന്തായാലും അതൊരു യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നലെ മിനിങ്ങാന്നുമായി ചൈനയുടെ പ്രത്യേക പ്രതിനിധികൾ അടക്കവുമായി ബന്ധപ്പെട്ട മദുറോ കൂടിക്കാഴ്ചകൾ അടക്കം നടത്തിയിരുന്നു. മേഖലയിലെ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായുള്ള നടപടികൾ സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അത്തരത്തിലുള്ള പല കൂടിക്കാഴ്ചകളും നടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇത്തരത്തിൽ രൂക്ഷമായ ഒരു ആക്രമണം ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം തലസ്ഥാനത്ത് നഗരത്തിൽ തന്നെ ഇത്തരത്തിൽ വ്യാപകമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് ഇപ്പോൾ സ്ഥിരീകരണം വരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. ആളുകൾ ഓടിമറയുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ വ്യക്തമാണ്. ഏതായാലും മദുറോയെ പുറത്താക്കുക ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുമെന്നുള്ള കാര്യം ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഏറ്റവും പ്രധാനമായി ലഹരി മാഫിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ അമേരിക്ക നിരന്തരം ആരോപണം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അമേരിക്ക അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് വലിയ രീതിയിൽ ലഹരി കടത്തിന് വെനിസ്വേല കൂട്ടുനിൽക്കുന്നു. അത് തുറമുഖങ്ങൾ അതിനായി തുറന്നു കൊടുക്കുന്നു തുടങ്ങിയ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും തുറമുഖങ്ങൾക്ക് നേരെ അടക്കം ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അത് ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് എത്തില്ല എന്നുള്ള ഇതായിരുന്നു പ്രതീക്ഷ. എങ്കിൽ പോലും ഈ സമുദ്രങ്ങളിലടക്കം വലിയ യുദ്ധ കപ്പലുകളടക്കം സജ്ജീകരിച്ചുകൊണ്ടാണ് ഏത് നേരവും ഏത് സമയത്ത് വേണമെങ്കിലും വെനിസ്വേലയെ ആക്രമിക്കാനുള്ള പദ്ധതിക്ക് US മുന്നൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇനി ഈ ഒരു ആക്രമണത്തിൻ്റെ കൂടുതൽ തുടരാക്രമണങ്ങൾ ഉണ്ടാകുമോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇനി കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും ഒരു യുദ്ധ സാഹചര്യം തുറന്നിട്ടുകൊണ്ടാണ് കാരക്കാസിൽ ഇന്ന് അമേരിക്കയുടെ ഹെലികോപ്റ്ററുകൾ വട്ടമിട്ട് പറക്കുകയും 7 ഇടങ്ങളിൽ സ്ഥിരീകരിച്ച സ്ഫോടനങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ആക്രമണം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അടക്കം വ്യക്തമാകേണ്ടതുണ്ട്. കാരണം പലയിടങ്ങളിലും ഇപ്പോൾ ഇരുട്ടിലായതാണ് ഇപ്പോൾ റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഏതായാലും ആക്രമണം അമേരിക്ക തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. കാരണം ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം പ്രഖ്യാപിച്ചിരുന്നത് മദുറോയെ പുറത്താക്കുക എന്നത് തൻ്റെ ഒരു ലക്ഷ്യമായി തന്നെ എടുക്കുന്നുവെന്നും ആ ഭരണകൂടത്തെ അവിടെ നിന്ന് തുടച്ചില്ലാതാക്കുമെന്നും വെനിസ്വേലയിൽ ജനാധിപത്യം തിരികെ കൊണ്ടുവരും എന്നുള്ള ഒരു വാക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ട്രംപ് നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ കാലങ്ങളായി ലക്ഷ്യം വെച്ച് വന്നിരുന്ന ട്രംപ് പലയിടങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അടക്കം ഇടപെട്ടുകൊണ്ട് അവിടുത്തെ ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ വെനിസ്വേലയിൽ അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു സൈനിക നടപടിക്കുള്ള ഒരു എന്തായാലും ഒരു സൈനിക നടപടി വെനസ്വേലയിൽ കാണുകയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ ഹ്യൂഗോ ഷാവേസിന്റെ കാലത്തായാൽ തന്നെ അന്ന് മുതൽ തുടങ്ങിയ ഈ വൈരമാണ് അതിനുശേഷം ഇടതുപക്ഷത്തിന്റെ സർക്കാരുകൾ ലാറ്റിൻ അമേരിക്കയിൽ ആകെ പടരുന്നതിന് കാരണമായി മാറുന്ന ഇടപെടുന്ന ഒരു നേതാവ് എന്ന തരത്തിലാണ് മഡൂറോയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ മഡൂറോയ്ക്കെതിരായ നിലപാട് ഡൊണാൾഡ് ട്രംപ് തുടരുന്നു. ഏറ്റവും വിരോധാഭാസമായ കാര്യം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന 8ഓളം യുദ്ധങ്ങൾ അവസാനിപ്പിച്ചത് താനാണ് എന്ന് അവകാശപ്പെടുന്ന ഡൊണാൾഡ് ട്രംപ് ഭരിക്കുമ്പോഴാണ് അമേരിക്ക മറ്റൊരു സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് തൊട്ടടുത്ത മറ്റൊരു മേഖലയിലേക്ക് ഇറങ്ങുന്നത് എന്നതാണ് വിരോധാഭാസമായ കാര്യം. എന്തായാലും കാരക്കാസിൽ വൻ സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. ആസിഫ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്.